ടീച്ച് ഫ്രം ഹാർട്ടിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. 7ാം സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസിലെ 4ാമത്തെ ചാപ്റ്ററായ ഇന്ത്യ ടുവേർഡ്സ് എ ന്യൂ എറ, അതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇന്ന് 2ാമത്തെ ക്ലാസ്സാണ്. ആദ്യത്തെ ക്ലാസ്സിൽ എന്താണ് ഇന്ത്യ ഒരു പുതുയുഗത്തിലേക്ക്, അതിൽ നിന്ന് നമ്മൾ രാജാ റാം മോഹൻ റോയ്, അതുപോലെ സ്വാമി ദയാനന്ദ സരസ്വതി, പണ്ഡിത രമാഭായ്, ജ്യോതിറാവ് ഫുലെ, സർ സയ്യദ് അഹമ്മദ് ഖാൻ, സ്വാമി വിവേകാനന്ദൻ, ഇങ്ങനെ നമ്മുടെ സാമൂഹ്യ പരിഷ്കർത്താക്കളായ കുറച്ച് വ്യക്തികളെയും അവർ രൂപീകരിച്ച കുറച്ച് പ്രസ്ഥാനങ്ങളെയൊക്കെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കി. ഇന്ന് നമുക്ക് ചേഞ്ചിങ് പീപ്പിൾ, ഇന്ത്യയിലെ മാറുന്ന ജനത, ആ കാലഘട്ടത്തിലെ ജനങ്ങളുടെ മാറ്റങ്ങളെക്കുറിച്ചുള്ള ബാക്കി ഭാഗമാണ് നമുക്കിന്ന് പഠിക്കാനായിട്ടുള്ളത്. ചേഞ്ചിങ് പീപ്പിൾ അല്ലെങ്കിൽ മാറുന്ന ജനത. നമ്മൾ ഇത്രയും പഠിച്ചതെന്ന് പറയുന്നത് എന്തായിരുന്നു? നമ്മുടെ സമൂഹത്തിൽ നിലനിന്നിരുന്ന ദുരാചാരങ്ങൾക്കും അനീതികൾക്കും ഒക്കെ എതിരെ പ്രവർത്തിച്ച സാമൂഹ്യ പരിഷ്കർത്താക്കളെക്കുറിച്ചായിരുന്നു. അതുപോലെ അവർ രൂപീകരിച്ച പ്രസ്ഥാനങ്ങളെക്കുറിച്ചുമായിരുന്നു. ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട്, അതായത് ഇവരുടെ ഈ പ്രചോദനങ്ങളെല്ലാം ഇവരിൽ നിന്ന് ഉൾക്കൊണ്ടുകൊണ്ട് ജനങ്ങൾ എന്ത് ചെയ്യുകയാണ്? ഒരു പുതിയൊരു മാറ്റത്തിലേക്ക് നമ്മുടെ ഇന്ത്യൻ ജനത പോവുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമുക്കിനി പഠിക്കാനായിട്ടുള്ളത്. The leaders of the social reform movements contributed to develop a vision emphasizing the universal brotherhood based on humanism that stood beyond caste and religion. ജാതിക്കും മതത്തിനും അതീതമായി, ബിയോണ്ട് കാസ്റ്റ് ആൻഡ് റിലീജിയൻ, ജാതിക്കും മതത്തിനുമൊക്കെ അതീതമായി മാനവികതയിൽ ഊന്നിക്കൊണ്ടുള്ള നമ്മുടെ ലോക സാഹോദര്യത്തിൻ്റെ കാഴ്ചപ്പാട് നമ്മുടെ ഇന്ത്യക്കാരിൽ വളർത്തിയെടുക്കാൻ നമ്മൾ നേരത്തെ പറഞ്ഞ സാമൂഹ്യ പരിഷ്കർത്താക്കൾക്ക് കഴിഞ്ഞു എന്നത് നമ്മുടെ ഒരു വിജയം ആയിരുന്നു. ഓൾ ദ റിഫോമേഴ്സ് ഗവ് emphasizes to the importance of education and established educational institutions. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ത് തന്നെയാണ്? എല്ലാ സാമൂഹ്യ പരിഷ്കർത്താക്കളും വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകിയവരായിരുന്നു. വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഊന്നി പറഞ്ഞവരായിരുന്നു. അവർ പുതിയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കുകയുണ്ടായി. എസ്റ്റാബ്ലിഷ്ഡ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ദിസ് ഇൻ ടേൺ ആക്സിലറേറ്റഡ് ദ പ്രോഗ്രസ് ഓഫ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ. ഇത് നമ്മുടെ ഇന്ത്യയിലെ വിദ്യാഭ്യാസ പുരോഗതിക്ക് കാരണമായി മാറുകയുണ്ടായി. ദേ റിമൈൻഡഡ് ഇന്ത്യൻസ് ഓഫ് ദെയർ റിച്ച് കൾച്ചറൽ ഹെറിറ്റേജ് ആൻഡ് ദെയർ ബൈ ഡെവലപ്ഡ് സെൽഫ് റെസ്പെക്റ്റ് ആൻഡ് നാഷണൽ പ്രൈഡ്. അങ്ങനെ നമ്മുടെ ഇന്ത്യക്കാരുടെ പൈതൃകത്തെക്കുറിച്ച് ഈ സാമൂഹ്യ പരിഷ്കർത്താക്കൾ നമ്മുടെ പൂർവികരുടെ പൈതൃകത്തെക്കുറിച്ചും അഭിമാനങ്ങളെക്കുറിച്ചും ഒക്കെ എന്ത് ചെയ്യുകയുണ്ടായി? നമ്മൾ ഇന്ത്യക്കാരിൽ ഒരു ബോധമുണ്ടാക്കി. അഭിമാനബോധവും ആത്മവിശ്വാസവും നമ്മൾ ഇന്ത്യക്കാരിൽ വളർത്തിയെടുത്തവരായിരുന്നു ഈ സാമൂഹ്യ പരിഷ്കർത്താക്കൾ എന്ന് പറയുന്നത്. ദസ് ദ സോഷ്യൽ റിഫോമേഴ്സ് പ്ലേഡ് എ മേജർ റോൾ ഇൻ എവേക്കനിങ് ദ ഇന്ത്യൻസ്. അങ്ങനെ നമ്മൾ ഇന്ത്യക്കാരിലെ ഒരു പുതിയ ഉണർവ്, അല്ലെങ്കിൽ നമ്മളെ ഉണർത്തിയെടുക്കുക, പുതിയ ഉണർവ് സൃഷ്ടിക്കുന്നതിൽ ഈ സാമൂഹ്യ പരിഷ്കർത്താക്കൾ വലിയ പങ്ക് വഹിച്ചു. അപ്പോൾ ആ ചേഞ്ചിങ് പീപ്പിൾ എന്നുള്ള പാരഗ്രാഫിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ജാതിക്കും മതത്തിനും ഒക്കെ അതീതമായി മാനവികതയിൽ ഊന്നിക്കൊണ്ടുള്ളൊരു വിശ്വസാഹോദര്യത്തിൻ്റെ കാഴ്ചപ്പാട് ഇന്ത്യക്കാരിൽ വളർത്തിയെടുക്കാൻ ഈ സാമൂഹ്യ പരിഷ്കർത്താക്കൾക്ക് കഴിഞ്ഞു. അതുപോലെ തന്നെ എല്ലാ സാമൂഹ്യ പരിഷ്കർത്താക്കളും വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം ഊന്നി പറഞ്ഞവരായിരുന്നു. അവർ പുതിയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കുകയുണ്ടായി. ഇത് നമ്മുടെ ഇന്ത്യയിലെ ഒരുപാട് പുരോഗതിക്ക് കാരണമായി. അങ്ങനെ നമ്മുടെ പൈതൃകത്തെക്കുറിച്ചും നമ്മുടെ രാജ്യത്തെക്കുറിച്ചുള്ള അഭിമാനബോധവും ആത്മവിശ്വാസവും ഒക്കെ ഇന്ത്യക്കാരിൽ വളർത്തിയെടുക്കാൻ ഈ സാമൂഹ്യ പരിഷ്കർത്താക്കൾക്ക് കഴിഞ്ഞു. അങ്ങനെ എന്ത് ചെയ്യാണ്? നമ്മുടെ ഇന്ത്യൻ ജനതയിൽ ഒരു പുതിയ ഉണർവ് സൃഷ്ടിക്കുന്നതിന് ഈ സോഷ്യൽ റിഫോമേഴ്സ്, സാമൂഹ്യ പരിഷ്കർത്താക്കൾ വലിയ പങ്ക് വഹിക്കുകയുണ്ടായി. നെക്സ്റ്റ് എന്ന് പറയുന്നത് എമർജൻസ് ഓഫ് നാഷണാലിസം. ദേശീയ ബോധം വളരുന്നു, അല്ലെങ്കിൽ ദേശീയ ബോധത്തെക്കുറിച്ചുള്ളതാണ്. ദി ഡിഫറെൻറ്റ് സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ്സ് ആൻഡ് ദെയർ ലീഡേഴ്സ് ഹൂം വി ഡിസ്കസ്ഡ് ഇൻസ്റ്റിൽഡ് എ ന്യൂ സ്പിരിറ്റ് എമോങ് ദ ഇന്ത്യൻസ്. നമ്മൾ ഇന്ത്യക്കാർക്കിടയിൽ എന്ത് ചെയ്യുന്നതിന്? അവരെ ഈ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ നമ്മൾ ഇന്ത്യക്കാരിലൊരു പുതിയ അവബോധം സൃഷ്ടിക്കുന്നതിന് കാരണമായി മാറുകയുണ്ടായി. വി ഹാവ് ഓൾസോ ഡിസ്കസ്ഡ് ദ പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് കണ്ടീഷൻസ് ഓഫ് ദ പീരിയഡ് ഇൻ ദ പ്രീവിയസ് ചാപ്റ്റേഴ്സ്. നമ്മൾ മുൻ ചാപ്റ്ററുകളിൽ പഠിച്ചിട്ടുണ്ട്.
ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വരുന്ന സമയത്തുള്ള നമ്മുടെ അവസ്ഥ എന്താണെന്നും ഈ ബ്രിട്ടീഷുകാർ ഇവിടെ വന്നിട്ട് നമ്മുടെ രാഷ്ട്രീയ സാമ്പത്തിക സാഹചര്യങ്ങളിൽ എന്തെല്ലാം സ്വാധീനങ്ങൾ ചെലുത്തിയെന്നും എല്ലാം നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ മുതൽ ഇങ്ങോട്ട് നമ്മൾ പഠിച്ചതാണ്. അവ എന്തൊക്കെയായിരുന്നു നമുക്ക് നോക്കാം. നമുക്കത് ഓർത്തെടുക്കണം, കാരണം ഇനി നമ്മൾ പഠിക്കുമ്പോൾ അതുകൂടി ഓർത്ത് വെച്ചിട്ട് വേണം ബാക്കി കാര്യങ്ങൾ മനസ്സിലാക്കാൻ. അതായത് ബ്രിട്ടീഷുകാർ നമ്മുടെ ഇന്ത്യയിലേക്ക് എത്തുന്ന സമയത്ത് അതിനുശേഷം നമ്മൾ നാട്ടുരാജ്യങ്ങളെ ഇവർ ഏതെല്ലാം രീതിയിൽ ഉപയോഗപ്പെടുത്തി ചൂഷണം ചെയ്തു എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ മുൻ ചാപ്റ്ററുകളിൽ പഠിച്ചതാണ്. അവ എന്തെല്ലാമാണെന്ന് നമുക്കൊന്നുകൂടി നോക്കാം. The British conquered princely states and unified India politically. ഇവരെന്താണ് ആദ്യം ചെയ്തത്? നമ്മുടെ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് നാട്ടുരാജ്യങ്ങളെ കീഴ്പ്പെടുത്തുകയുണ്ടായി. കോൺക്വർ ചെയ്തു, കീഴ്പ്പെടുത്തിയിട്ട് അവർ ഒറ്റ ഭരണം ഒറ്റ ഭരണം യൂണിഫൈഡ് ഇന്ത്യ പൊളിറ്റിക്കലി രാഷ്ട്രീയപരമായി നമ്മുടെ ഇന്ത്യയെ ഏകീകരിക്കുകയുണ്ടായി. അത് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ നമ്മൾ നാട്ടുരാജ്യങ്ങളെ കീഴ്പ്പെടുത്തി ഒറ്റ ഭരണത്തിന് കീഴിലാക്കി രാഷ്ട്രീയമായി ഇന്ത്യയെ ഏകീകരിച്ചു. അത് അവരുടെ ഒരു പ്രത്യേകതയായിരുന്നു. രണ്ടാമത്തേത് എന്തായിരുന്നു? ദ എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ. സാമ്പത്തികമായി അവരെ നമ്മളെ ചൂഷണം ചെയ്തു അല്ലേ. അവരുടെ ലാഭം മാത്രം ലക്ഷ്യമാക്കി നമ്മുടെ ഇന്ത്യൻ വിഭവങ്ങളെല്ലാം കൊള്ളയടിച്ച് അവർ ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോവുകയുണ്ടായി. നമ്മളെ വെറും കോളനികളായാണ് കണക്കാക്കിയിരുന്നതെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയതാണ്. ദ എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ of the British government created an anti-British attitude among Indians. ഇവർ നമ്മളെ ഇങ്ങനെ സാമ്പത്തികമായി ചൂഷണം ചെയ്തത് നമ്മൾ ഇന്ത്യക്കാരിൽ അവർക്കെതിരെ ഒരു ആൻറ്റി ബ്രിട്ടീഷ് ആറ്റിറ്റ്യൂഡ്, ഒരു ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവം നമ്മളിൽ വളർത്തിയെടുക്കുന്നതിന് കാരണമായി. ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ഈ സാമ്പത്തികമായ ചൂഷണം, എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷനാണ് പ്രധാനമായും നമ്മൾ അവർക്കെതിരെ തിരിയുന്നതിനുണ്ടായിരുന്ന പ്രധാനപ്പെട്ടൊരു കാരണം. The spread of English education and the development in transport and communication brought the people together. സ്പ്രെഡ് ഓഫ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ, ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ വ്യാപനവും അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റ് ഇൻ ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഗതാഗത വാർത്താവിനിമയ സൗകര്യങ്ങളുടെ വളർച്ചയും നമ്മൾ എന്ത് ചെയ്യുകയുണ്ടായി? ബ്രോട്ട് ദ പീപ്പിൾ ടുഗദർ, നമ്മൾ ഇന്ത്യയിലെ ജനവിഭാഗങ്ങളെ ഒരുമിപ്പിക്കുന്നതിന് കാരണമായി. അപ്പോൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ വ്യാപനം എങ്ങനെയാണ് ഒരുമിപ്പിക്കുന്നതിന് കാരണമാകുന്നത്? ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ വ്യാപനത്തോടു കൂടി എന്ത് ചെയ്യുന്നു? ജനങ്ങൾ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കുന്ന അവസ്ഥയുണ്ടായി. അതുപോലെ തന്നെ അവരവരുടെ ഭാഷകളിൽ പത്രങ്ങൾ അച്ചടിച്ചിറക്കുന്നതിനുള്ള സാഹചര്യമുണ്ടായി. പിന്നെ എന്താണ്? നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ളവരെ ഗതാഗത വാർത്താവിനിമയ സൗകര്യങ്ങളുടെ സഹായത്തോടെ നമ്മൾ ഒന്നിപ്പിക്കുക, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ എല്ലാവരിലേക്കും എത്തിച്ചേരുന്ന ഒരു അവസ്ഥ ഉണ്ടായി. ദ സ്ട്രാറ്റജീസ് അഡോപ്റ്റഡ് ബൈ ദ ബ്രിട്ടീഷ് to suppress the first war of Indian independence created a national consciousness and made people think that they belonged to the same country. The strategies adopted by the British, ബ്രിട്ടീഷുകാരുടെ തന്ത്രങ്ങൾ അല്ലേ, ബ്രിട്ടീഷുകാർ സ്വീകരിച്ച തന്ത്രങ്ങൾ, ടു സപ്രസ് അടിച്ചമർത്താൻ, ദ ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ അടിച്ചമർത്താൻ ഇവർ സ്വീകരിച്ച പലതരത്തിലുള്ള സ്ട്രാറ്റജീസ് എന്തിന് സഹായിച്ചു നമ്മളെ? ക്രിയേറ്റഡ് എ നാഷണൽ കോൺഷ്യസ്നെസ്, നമ്മളിലൊരു ദേശീയ ബോധം, ഇന്ത്യക്കാരിൽ അവർക്കെതിരെ ഒരു ദേശീയ ബോധം ഉണ്ടാക്കുന്നതിനും, മെയ്ഡ് പീപ്പിൾ തിങ്ക്, ജനങ്ങളെ ചിന്തിപ്പിക്കാനാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ദാറ്റ് ദേ ബിലോങ് ടു ദ സെയിം കൺട്രി, നമ്മൾ ഒരേ രാജ്യത്ത് ജീവിക്കുന്നവരാണ്, നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണ്, അതുപോലെ എന്താണ് നമ്മൾ ഒന്നിച്ച് നിൽക്കേണ്ടവരാണ് എന്നുള്ള ഒരു ബോധം നമ്മളിൽ ഉണ്ടാക്കാൻ ഇത് സഹായിച്ചു. ബ്രിട്ടീഷുകാരുടെ പ്രവർത്തനങ്ങളെല്ലാം എന്തിനാണ് സഹായിച്ചത്? നമ്മൾ ഒന്നിച്ച് നിൽക്കുന്നതിന്, നമ്മളിൽ മാതൃരാജ്യത്തോടുള്ള സ്നേഹം വർദ്ധിക്കുന്നതിനാണ് സഹായിച്ചത്. അപ്പോൾ എന്തൊക്കെയാണ് രാഷ്ട്രീയ സാമ്പത്തിക സ്ഥിതികൾ ഏതെല്ലാമായിരുന്നു? ബ്രിട്ടീഷുകാർ നാട്ടുരാജ്യങ്ങളെ, പ്രിൻസ്ലി സ്റ്റേറ്റ്സിനെ കീഴ്പ്പെടുത്തി ഒരൊറ്റ പൊളിറ്റിക്കൽ ഇന്ത്യ അല്ലേ ആ രീതിയിലാക്കിയെടുത്തു. രണ്ടാമത്തേത് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക ചൂഷണം, എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ, നമ്മൾ ഇന്ത്യക്കാരിൽ ഒരു ആൻറ്റി ബ്രിട്ടീഷ്
ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കിയെടുക്കുന്നതിന് അവർക്കെതിരെ ഒരു ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവം വളർത്തിയെടുക്കുന്നതിന് കാരണമായി. അതുപോലെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ വ്യാപനവും ഗതാഗത വാർത്താവിനിമയ സൗകര്യങ്ങളുടെ വളർച്ചയുമൊക്കെ വിവിധ ഇന്ത്യൻ ജനവിഭാഗങ്ങളെ ഒരുമിപ്പിക്കുന്നതിന് കാരണമായി. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ അടിച്ചമർത്തുവാൻ ബ്രിട്ടീഷുകാർ സ്വീകരിച്ച മാർഗങ്ങൾ നമ്മുടെ ഇന്ത്യൻ ജനതയിൽ ഒരു യൂണിറ്റി, ഐക്യമുണ്ടാക്കിയെടുക്കുവാൻ സഹായിക്കുകയും ചെയ്തു. ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററുകളിൽ പഠിച്ചതാണിതെല്ലാം. ഇനി ദീസ് ഫാക്ടേഴ്സ് ഹെൽപ്ഡ് ടു ഡെവലപ്പ് എ സെൻസ് ഓഫ് യൂണിറ്റി എമോങ് ഇന്ത്യൻസ്. ഈ പറഞ്ഞ കാര്യങ്ങൾ ഇതെല്ലാം ഇവർ നമ്മളെ ഇങ്ങനെ ചൂഷണം ചെയ്യുകയും നമുക്കെതിരെ തിരിയുകയൊക്കെ ചെയ്തു എങ്കിലും നമ്മളിൽ ഇന്ത്യക്കാരിൽ അത് എന്തിനു വേണ്ടിയിട്ടാണ് സഹായിച്ചത്? നമ്മൾ ഒരൊറ്റ ജനതയാണെന്ന ബോധമുളവാക്കാൻ നമ്മളെ സഹായിച്ചു. ഇന്ത്യൻ നാഷണാലിസം ഈസ് ദ സെൻസ് ഓഫ് വൺനെസ് ബിയോണ്ട് റിലീജിയസ്, ലിംഗ്വിസ്റ്റിക് ആൻഡ് റീജിയണൽ ഡൈവേഴ്സിറ്റീസ്. ഇന്ത്യൻ നാഷണാലിസം, നമ്മുടെ ഇന്ത്യയുടെ ദേശീയപരമായ ബോധം, നമ്മൾ മതത്തിനും ഭാഷയ്ക്കും പ്രാദേശികമായ വൈവിധ്യങ്ങൾക്കും ഒക്കെ അപ്പുറത്ത് നമ്മൾ ഇന്ത്യക്കാരാണ് എന്ന്, അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യക്കാർ ഒന്നാണ് എന്നുള്ളൊരു ബോധം ഉണ്ടാക്കിയെടുക്കുന്നതിന് നമ്മളെ സഹായിക്കുക മാത്രമാണ് ചെയ്തത്. ഭിന്നിപ്പിച്ച് ഭരിക്കാൻ നോക്കിയ ബ്രിട്ടീഷുകാർക്ക് കിട്ടിയൊരു പണിയായിരുന്നു നമ്മുടെ നമ്മുടെ ഈ ഒരുമിച്ച് നിൽക്കൽ. ദേശീയ ബോധത്തിൻ്റെ കീഴിൽ നമ്മൾ ഇന്ത്യക്കാർ ഒരുമിച്ച് നിന്നത്, അത് ബ്രിട്ടീഷുകാർ ഇത്രയും സ്ട്രാറ്റജീസ് പ്രയോഗിച്ചുവെങ്കിലും നമ്മൾ എന്ത് ചെയ്തു? ഇന്ത്യക്കാരാണെന്ന ബോധത്തിൽ ഒരുമിച്ച് നിൽക്കുകയുണ്ടായി. നെക്സ്റ്റ് പേജ്, അടുത്ത പേജിൽ ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിൻ്റെ ഡിസ്കവറി ഓഫ് ഇന്ത്യ, അതിൽ നമ്മുടെ ഇന്ത്യയെക്കുറിച്ച്, ഇന്ത്യയുടെ ഐക്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. അതായത് ഇന്ത്യയിലെ പർവ്വതങ്ങളും നദികളും വനങ്ങളും ഒക്കെ നമുക്ക് ഭക്ഷണം തരുന്ന വിശാലമായ വയലുകളും ഒക്കെ നമുക്ക് പ്രിയപ്പെട്ടവയാണ്. അതിലും നിന്നൊക്കെ ഏറ്റവും കൂടുതലായി നമ്മൾ പരിഗണിക്കേണ്ടത് ഇന്ത്യയിലെ ജനങ്ങളെയാണ്. അതുപോലെ നമ്മൾ ഇന്ത്യക്കാർ ഒന്നായിരിക്കണം. നമ്മൾ ഇന്ത്യക്കാർ എന്ത് ചെയ്യണം? ഭാരതമാതാവിൻ്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കണം. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അടുത്ത പേജിൽ തുടങ്ങുന്നത്. The development of nationalism accelerated the Indians' efforts to liberate from the British. അപ്പോൾ നമ്മുടെ ദേശീയബോധം വളർന്നതോടുകൂടി എന്ത് ചെയ്യുകയാണ്? ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് മോചനം നേടാനുള്ള നമ്മുടെ ഇന്ത്യക്കാരുടെ പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടുകയാണ് ഉണ്ടായത്. This enhanced the റിലവൻസ് ഓഫ് വേരിയസ് മൂവ്മെൻറ്റ്സ് ഫോർ ഇൻഡിപെൻഡൻസ്. അങ്ങനെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനങ്ങളുടെ പ്രസക്തി വർദ്ധിപ്പിക്കുകയാണ് ഈ പ്രവർത്തനങ്ങൾ ചെയ്തത്. നമ്മുടെ ദേശീയ ബോധം വളർന്നതോടുകൂടി ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് മോചനം നേടുവാൻ നമ്മൾ അതിയായി ഇന്ത്യക്കാർ പ്രവർത്തനങ്ങൾ തുടങ്ങി, അതിയായി ആഗ്രഹിക്കുകയുണ്ടായി. ഇത് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനങ്ങളുടെ പ്രസക്തി വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഇത് ഏതിലേക്ക് നയിക്കുകയാണ്? ഫോർമേഷൻ ഓഫ് അസോസിയേഷൻസ്, പുതിയ സംഘടനകളുടെ രൂപീകരണത്തിലേക്ക് നയിക്കുകയുണ്ടായി. ഫോർമേഷൻ ഓഫ് അസോസിയേഷൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. എ നമ്പർ ഓഫ് റീജിയണൽ organizations came into existence at various parts of India as a result of this growing awakening. A number of regional organizations. അപ്പോൾ ഈ പറഞ്ഞ സംഭവങ്ങളുടെയൊക്കെ ഫലമായിട്ട് ഒരുപാട് നമ്മുടെ ഇന്ത്യക്കാർക്കിടയിൽ, അല്ലെങ്കിൽ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും, ഓരോ പ്രദേശത്ത് നിന്നും പ്രാദേശിക സംഘടനകൾ, റീജിയണൽ ഓർഗനൈസേഷൻസ് എന്ത് ചെയ്യുകയാണ്? ഉയർന്നു വരികയാണ്. അപ്പോൾ നമ്മൾ ഇന്ത്യക്കാർക്കിടയിലുണ്ടായ ഉണർവിൻ്റെ ഫലമായി ഇന്ത്യയുടെ പല പ്രദേശങ്ങളിൽ നിന്നും പ്രാദേശിക സംഘടനകൾ ഇങ്ങനെ രൂപം കൊള്ളുകയാണ്. മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ, പൂന സാർവജനിക് സഭ, ഇന്ത്യൻ അസോസിയേഷൻ, ഇവയെല്ലാം ഇങ്ങനെ ഉള്ള എ ഫ്യൂ എമോങ് ഓഫ് ദം. അപ്പോൾ അവയിൽ ചിലവയായിരുന്നു ഏതെന്നൊക്കെ പറയുന്നത്: മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ, പൂന സാർവജനിക് സഭ, ഇന്ത്യൻ അസോസിയേഷൻ. ഇവയെല്ലാം അങ്ങനെ പ്രാദേശികമായി റീജിയണൽ ഓർഗനൈസേഷൻസ്, അങ്ങനെ ഉയർന്നു വന്ന പ്രാദേശിക സംഘടനകളിൽ ചിലതായിരുന്നു. ഓൾ ദീസ് ഓർഗനൈസേഷൻസ് ഗേവ് പ്രയോറിറ്റി ടു റീജിയണൽ പ്രോബ്ലംസ്. നമുക്കറിയാം, ഒരു പ്രദേശത്ത് രൂപീകരിക്കപ്പെടുന്ന സംഘടന എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി ആ പ്രദേശത്തുള്ള പ്രശ്നങ്ങൾ മാത്രമേ പരിഹരിക്കത്തുള്ളൂ, അല്ലേ? അപ്പോൾ ഓൾ ദീസ് ഓർഗനൈസേഷൻസ്, ഈ സംഘടനകളെല്ലാം തന്നെ ഗേവ് പ്രയോറിറ്റി, എന്തിനായിരിക്കും മുൻഗണന നൽകുന്നത്? സ്വാഭാവികമായും റീജിയണൽ പ്രോബ്ലംസ്, അവരുടെ പ്രദേശത്ത് നടക്കുന്ന ആ പ്രാദേശികമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ മാത്രമേ റീജിയണൽ ഓർഗനൈസേഷന് കഴിയൂ. ദിസ് നെസസിറ്റേറ്റഡ് ഫോമിംഗ് ഓഫ് എ നാഷണൽ ഓർഗനൈസേഷൻ. അങ്ങനെ ഇത് ഏതിലേക്ക് നയിക്കുകയാണ്? നമ്മളെ ഒരു
ദേശീയ തലത്തിലുള്ളൊരു സംഘടന വേണം, അല്ലെങ്കിൽ ദേശീയ തലത്തിലൊരു സംഘടന രൂപീകരിക്കേണ്ട ആവശ്യകതയിലേക്ക് നയിക്കുകയാണ് ഈ കാര്യങ്ങൾ. കാരണം റീജിയണൽ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു പ്രാദേശിക സംഘടന ഏത് പ്രദേശത്തെ ആയാലും അവരുടെ പ്രശ്നങ്ങൾ മാത്രമായിരിക്കും ഉയർത്തിക്കാട്ടുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇന്ത്യക്ക് മൊത്തത്തിലൊരു ദേശീയ സംഘടന വേണമെന്നുള്ളൊരു ആവശ്യത്തിലേക്ക് എത്തുകയാണ്. അങ്ങനെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെടുന്നത്. നോക്കാം നമുക്ക്. ഫോർമേഷൻ ഓഫ് ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. 72 representatives of various organizations across India assembled in the vast auditorium of Tejpal Sanskrit College, Bombay on 28th December 1885. 1885 ഡിസംബർ 28 ബോംബെയിലെ തേജ്പാൽ സംസ്കൃത കോളേജിലെ വിശാലമായ ഒരു ഓഡിറ്റോറിയം, ഒരു റൂമിൽ അവിടെ എന്ത് നടക്കുകയാണ്? അതായത് they were of diverse attire, religion and language. W.C. Banerjee presided over this meeting, initiated by the former British civil servant A.O. Hume. The Indian National Congress was formed in this meeting. അപ്പോൾ 72 റെപ്രസെൻറ്റേറ്റീവ്സ്, 72 പ്രതിനിധികൾ അല്ലേ, 1885 ഡിസംബർ 28 ബോംബെയിലെ തേജ്പാൽ സംസ്കൃത കോളേജിലെ ഓഡിറ്റോറിയത്തിൽ വെച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ പല പ്രദേശങ്ങളിൽ നിന്നുള്ള 72 പ്രതിനിധികൾ ഒത്തുകൂടി. അവർ എവിടെ പല വേഷക്കാരായിരുന്നു, പല റിലീജിയനിൽപ്പെട്ടവരായിരുന്നു, അതുപോലെ പല ലാംഗ്വേജ് സംസാരിക്കുന്നവർ, പല ഭാഷകൾ സംസാരിക്കുന്നവരായിരുന്നു. അങ്ങനെ വ്യത്യസ്ത സംഘടനകളെ പ്രതിനിധീകരിച്ചെത്തിയ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ റീജിയണൽ ഓർഗനൈസേഷൻസ് എന്ന്, അങ്ങനെ വിവിധങ്ങളായ പ്രാദേശിക സംഘടനകളെ പ്രതിനിധീകരിച്ചെത്തിയ അവർ W.C. ബാനർജിയുടെ അധ്യക്ഷതയിൽ. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുമ്പോൾ ആരായിരുന്നു അധ്യക്ഷ സ്ഥാനം വഹിച്ചതെന്നൊരു ക്വസ്റ്റ്യൻ വരും. W.C. ബാനർജി, അദ്ദേഹത്തിൻ്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. അതുപോലെ A.O. ഹ്യൂം എന്ന മുൻ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ഈ യോഗം വിളിച്ചു കൂട്ടുവാൻ മുൻകൈയെടുത്തത്. ഈ യോഗത്തിൽ വെച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെടുകയും ചെയ്യുകയാണ്. ഇനി 40-ാമത്തെ പേജിൽ തന്നെ ദേശീയതയുടെ വളർച്ചയെ സഹായിച്ച കുറച്ച് സാഹിത്യകാരന്മാരുടെ പേരവിടെ കൊടുത്തിട്ടുണ്ട്. ദ റൈറ്റേഴ്സ് ഇൻസ്ട്രുമെൻ്റൽ ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് നാഷണാലിസം. നമ്മുടെ ദേശീയതയുടെ വളർച്ചയെ സഹായിച്ച സാഹിത്യകാരന്മാർ ആരെല്ലാമായിരുന്നു? ബങ്കിം ചന്ദ്ര ചാറ്റർജി, രവീന്ദ്രനാഥ ടാഗോർ, മുഹമ്മദ് ഇക്ബാൽ, ലക്ഷ്മിനാഥ് ബസ്ബറുവ, അൽതാഫ് ഹുസൈൻ. ഇവരൊക്കെ അന്നത്തെ നമ്മുടെ ദേശീയതയെക്കുറിച്ച് ധാരാളം എഴുതിയ സാഹിത്യകാരന്മാരായിരുന്നു. ഇനി അതുപോലെ തന്നെ W.C. ബാനർജി, അദ്ദേഹം ആദ്യ യോഗത്തിലെ പ്രസംഗത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? വി ഡിസയർ ദാറ്റ് ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഇന്ത്യ ഷുഡ് ബി ഫർദർ മോഡറൈസ്ഡ് ആൻഡ് വി ബി മെയ്ഡ് എ പാർട്ട് ഓഫ് ഇറ്റ്. ആര് പറഞ്ഞതാണ്? W.C. ബാനർജി. അദ്ദേഹം എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇന്ത്യയിലെ ഭരണ സംവിധാനം കുറെ കൂടി പരിഷ്കൃതമാകണമെന്നും നമ്മയും ഭരണത്തിൽ പങ്കാളികളാക്കണമെന്നും നാം ആഗ്രഹിക്കുന്നു. ഇതാര് പറഞ്ഞതാണ്? W.C. ബാനർജി. എന്നിട്ട് അവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. അതായത് ഡെലിഗേറ്റ്സ് ഓഫ് ദ ഫസ്റ്റ് സെഷൻ ഓഫ് ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ ഒരു ഇമേജ് അവിടെ തന്നിട്ടുണ്ട്. ദ മേജർ എയിംസ് ഓഫ് ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വെയർ. ഈ 1885 രൂപീകരിക്കപ്പെട്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ചില ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. എന്തെല്ലാമായിരുന്നു ആ ലക്ഷ്യങ്ങൾ? ഒന്നാമത്തെ എന്തായിരുന്നു? ടു പ്രൊമോട്ട് ഫെലോ ഫീലിംഗ് എമോങ് ദ വോളണ്ടിയേഴ്സ് ഫ്രം ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ കൺട്രി. നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ സൗഹൃദ ബോധം വളർത്തുക എന്നതായിരുന്നു കോൺഗ്രസിൻ്റെ ഒന്നാമത്തെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ ഒരു സൗഹൃദ ബോധം വളർത്തുക. രണ്ടാമത്തേത് എന്തായിരുന്നു? to develop a national spirit beyond the religious, caste and regional loyalties. ജാതി മത പ്രാദേശിക ചിന്തകൾക്ക് അതീതമായി അതിനപ്പുറത്തേക്ക് ഒരു ദേശീയബോധം വളർത്തുക, അതും കോൺഗ്രസിൻ്റെ ലക്ഷ്യമായിരുന്നു. ടു ബ്രിങ് ദ പ്രോബ്ലംസ് ഓഫ് ഇന്ത്യൻസ് ടു ദി നോട്ടീസ്
ഓഫ് അതോറിറ്റീസ്. നമ്മുടെ ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക. ഇതും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മറ്റൊരു ലക്ഷ്യമായിരുന്നു. അപ്പോൾ എന്തെല്ലാമായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ? ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ സൗഹൃദബോധം വളർത്തുക, ജാതിമത പ്രാദേശിക ചിന്തകൾക്ക് അതീതമായി ദേശീയബോധം വളർത്തുക, ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരിക. ഇതിത്രയുമായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ എയിംസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, with the formation of Indian National Congress, the agitations against the British attained an organized nature. ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണത്തോടുകൂടി നമ്മുടെ ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിന് ഒരു സംഘടിത സ്വഭാവം കൈവന്നു. അതായത് ഒരു സംഘടനയുടെ കീഴിൽ നിന്നുകൊണ്ട് ബ്രിട്ടീഷുകാർക്ക് എതിരെ പോരാടാൻ വേണ്ടിയിട്ട് കഴിയുന്ന ഒരു അവസ്ഥ ഉണ്ടായി. Such organized agitations against British power can be called the national movement. അങ്ങനെ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്ന ഈ സംഘടിത പ്രക്ഷോഭങ്ങളെ നമുക്ക് എന്തെന്ന് വിളിക്കാം? നാഷണൽ മൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ ദേശീയ പ്രസ്ഥാനങ്ങളെന്ന് വിളിക്കാം. ബേസ്ഡ് ഓൺ ദ സ്റ്റൈൽ ആൻഡ് സ്ട്രാറ്റജീസ് ഓഫ് ദ അജിറ്റേഷൻസ്, ദ നാഷണൽ മൂവ്മെൻറ്റ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു 3 phases. അങ്ങനെ സമരരീതിയുടെ അടിസ്ഥാനത്തിൽ ദേശീയ പ്രസ്ഥാനത്തെ 3 ഘട്ടങ്ങളായിട്ട്, അല്ലേ, 3 phases, 3 ഘട്ടങ്ങളായിട്ട് വിഭജിക്കാം. ഏതൊക്കെയായിരുന്നു? ദ പീരിയഡ് ഓഫ് മോഡറേറ്റ് നാഷണാലിസം, മിതവാദ ദേശീയതയുടെ കാലഘട്ടം. ദ പീരിയഡ് ഓഫ് എക്സ്ട്രീം നാഷണാലിസം, തീവ്ര ദേശീയതയുടെ കാലഘട്ടം. ഗാന്ധിയൻ എറ, ഗാന്ധിയൻ കാലഘട്ടം. അങ്ങനെ ഈ കോൺഗ്രസ് നിലവിൽ വന്നതോടുകൂടി സമരരീതികൾ ശക്തിപ്പെട്ടു. സമരരീതികളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ദേശീയ പ്രസ്ഥാനത്തെ 3 ഘട്ടങ്ങളായി തിരിച്ചിരിക്കുന്നു. മിതവാദ ദേശീയതയുടെ കാലഘട്ടം, തീവ്രവാദ ദേശീയതയുടെ കാലഘട്ടം, ഗാന്ധിയൻ കാലഘട്ടം. ദ പീരിയഡ് ഫ്രം 1885 to 1905 വാസ് ഓഫ് മോഡറേറ്റ് നാഷണാലിസം. 1885 മുതൽ 1905 വരെയുള്ള കാലഘട്ടത്തെയാണ് മിതവാദ ദേശീയതയുടെ കാലഘട്ടം എന്നറിയപ്പെടുന്നത്. ദ ലീഡേഴ്സ് ഓഫ് ദിസ് പീരിയഡ് വെയർ ഇംഗ്ലീഷ് എഡ്യൂക്കേറ്റഡ്. ഈ കാലഘട്ടത്തിലെ നേതാക്കന്മാർ എന്ന് പറയുന്നത്, സമര നേതാക്കന്മാർ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയവരായിരുന്നു. ദ പ്രൊമിനൻറ്റ് എമോങ് ദം വെയർ ദാദാഭായ് നവറോജി, ഗോപാലകൃഷ്ണ ഗോഖലെ, ബദ്രുദ്ദീൻ തിയാബ്ജി ആൻഡ് ഫിറോസ് ഷാ മെഹ്ത. അപ്പോൾ ഈ നേതാക്കന്മാരിൽ, അതായത് മോഡറേറ്റ് നാഷണാലിസം, മിതവാദ ദേശീയതയുടെ കാലഘട്ടത്തിലെ നേതാക്കന്മാർ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയവരായിരുന്നു. അവരിൽ പ്രധാനപ്പെട്ടവർ ആരൊക്കെയായിരുന്നു? ദാദാഭായ് നവറോജി, ഗോപാലകൃഷ്ണ ഗോഖലെ, ബദ്രുദ്ദീൻ തിയാബ്ജി ആൻഡ് ഫിറോസ് ഷാ മെഹ്ത. ക്ലിയർ ആയല്ലോ? Their policy was to bring the common problems and demands to the notice of the British government by means of petitions, resolutions and protests. പരാതികളിലൂടെയും പ്രമേയങ്ങളിലൂടെയും പ്രതിഷേധങ്ങളിലൂടെയുമെല്ലാം നമ്മുടെ പൊതു ആവശ്യങ്ങൾ ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ശ്രമിച്ച നേതാക്കന്മാരായിരുന്നു ഇവർ. അൺഫോർച്ചുനേറ്റ്ലി, നിർഭാഗ്യവശാൽ, ദ ബ്രിട്ടീഷ് ഒഫീഷ്യൽസ് ഡിഡ് നോട്ട് പ്രോപ്പർലി കൺസിഡർ ദം. ഒരു രീതിയിലും നമ്മളെ എന്ത് ചെയ്തില്ല? ബ്രിട്ടീഷ് അധികാരികൾ വേണ്ട വിധത്തിൽ പരിഗണിച്ചതേയില്ല. അപ്പോൾ മിതവാദ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട, മിതവാദ ദേശീയതയുമായി ബന്ധപ്പെട്ട നേതാക്കന്മാരായിരുന്നു ഗോപാലകൃഷ്ണ ഗോഖലെ, ബദ്രുദ്ദീൻ തിയാബ്ജി, ഫിറോസ് ഷാ മെഹ്ത, ദാദാഭായ് നവറോജി. ഇവർ നമ്മുടെ പ്രശ്നങ്ങൾ ബ്രിട്ടീഷുകാരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചുവെങ്കിലും എന്ത് ചെയ്തില്ല? നമുക്ക് നിർഭാഗ്യവശാൽ നേരെ അതിനുള്ള ഫലം ഉണ്ടായില്ല. നെക്സ്റ്റ് പേജിൽ, ദീസ് ലീഡേഴ്സ് studied the root causes of the poverty in British India, and these studies formed the ideological base for the national movement. These leaders studied, ഇവർ ഈ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ നമ്മുടെ ഇന്ത്യ എങ്ങനെയാണ് പുവർട്ടി, നമുക്ക് ദാരിദ്ര്യം ഉണ്ടായത്, ഇന്ത്യ ദരിദ്രമായത് എങ്ങനെയാണെന്ന് ഇവർ പഠിക്കുകയുണ്ടായി. ഇവർ നടത്തിയ പഠനങ്ങളാണ് നമ്മൾ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് ആശയപരമായ അടിത്തറ നൽകുന്നതിന് നമ്മളെ സഹായിച്ചത്. നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് ഡ്രെയിൻ തിയറി, ചോർച്ചാ സിദ്ധാന്തം ബൈ ദാദാഭായ് നവറോജി. എന്താണ് ചോർച്ചാ സിദ്ധാന്തം എന്ന് നമുക്ക് നോക്കാം. ഡ്രെയിൻ തിയറി ഈസ് ദ മേജർ കോൺട്രിബ്യൂഷൻ ഓഫ് ദാദാഭായ് നവറോജി. ദാദാഭായ് നവറോജിയുടെ പ്രധാന സംഭാവനയാണ്
ഡ്രെയിൻ തിയറി, ആ വാക്കിൽ തന്നെയുണ്ട് ചോർച്ചാ സിദ്ധാന്തം. എന്താണ്? ദർ വാസ് എ ഡ്രെയിൻ ഓഫ് വെൽത്ത് ഫ്രം ഇന്ത്യ ടു ഇംഗ്ലണ്ട്. നമ്മുടെ ഇന്ത്യയിലെ സമ്പത്ത് ഇംഗ്ലണ്ടിലേക്ക് പല തരത്തിൽ കൊള്ളയടിക്കപ്പെട്ടു, ഒഴുകിക്കൊണ്ടിരുന്നു, ചോർന്നുകൊണ്ടിരുന്നു എന്നതാണ് യഥാർത്ഥ വാക്ക്. അവർ ചോർത്തിക്കൊണ്ടിരുന്നു. ഡ്യൂറിങ് കൊളോണിയൽ റൂൾ, കോളനി ഭരണകാലഘട്ടത്ത്. ഇറ്റ് വാസ് മെയിൻലി ഇൻ ദ ഫോം ഓഫ് സാലറി, ടാക്സസ് ആൻഡ് ഗിഫ്റ്റ്സ്. ഏതൊക്കെ രീതിയിലായിരുന്നു ഇംഗ്ലണ്ടുകാർ നമ്മളുടെ വെൽത്ത് ചോർത്തിക്കൊണ്ടു പോയിരുന്നത്? പ്രധാനമായും ശമ്പളത്തിൻ്റെ രൂപത്തിൽ, സാലറി, ടാക്സസ് നികുതിയുടെ രൂപത്തിൽ, ഗിഫ്റ്റ്സ് സംഭാവനകളുടെയൊക്കെ കൂട്ടത്തിൽ. ഇങ്ങനെ നമ്മളെ അവരെന്ത് ചെയ്തുകൊണ്ടേയിരുന്നു? ദരിദ്രമാക്കിക്കൊണ്ടേയിരുന്നു. ഹി പ്രൂവ്ഡ് ദാറ്റ്, ഇദ്ദേഹം തെളിയിച്ചു, ദാറ്റ് ദ എക്കണോമിക് ഡ്രെയിൻ അണ്ടർ ദ ബ്രിട്ടീഷ് റൂൾ ഈസ് ദ റൂട്ട് കോസ് ഓഫ് പോവർട്ടി ഇൻ ഇന്ത്യ. ഇന്ത്യയുടെ ദാരിദ്ര്യത്തിനുള്ള കാരണം ഈ ചോർച്ചയാണ്. എന്ത് ചോർച്ചയാണ്? ഇംഗ്ലണ്ടുകാർ ഇന്ത്യയിൽ നിന്നുള്ള സമ്പത്ത് ഇംഗ്ലണ്ടിലേക്ക് കൊള്ളയടിച്ചു കൊണ്ടുപോകുന്നു, ചോർത്തിക്കൊണ്ടുപോകുന്നു. ശമ്പള രൂപത്തിലും നികുതിയുടെ രൂപത്തിലും സംഭാവനകളുടെ രൂപത്തിലും ചോർത്തിക്കൊണ്ടു പോകുന്നു എന്നുള്ളതാണെന്ന് അദ്ദേഹം കണ്ടെത്തി. ഇതാണ് ഡ്രെയിൻ തിയറി, ദാദാഭായ് നവറോജിയുടെ ഡ്രെയിൻ തിയറി എന്ന് അറിയപ്പെടുന്നത്. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പാർട്ടീഷൻ ഓഫ് ബംഗാൾ, എന്താണ് ബംഗാൾ വിഭജനമെന്ന് പഠിക്കാം. താങ്ക്